ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേക്ക് കറക്റ്റായിട്ട് മുഹറത്തിൻ്റെ ഓഫ് കിട്ടിയിട്ടോ. എന്നാൽ പിന്നെ നേരത്തെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റെഡിയായി നേരത്തോടെ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം വാങ്ങിച്ച് വെച്ച കേക്ക് എടുത്തിട്ട് എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു. അങ്ങനെ ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഇന്നത്തെ ദിവസം മുടക്ക് കിട്ടിയത് കൊണ്ട് തന്നെ അത് മാക്സിമം ഹാപ്പി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനങ്ങനെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല, പക്ഷെ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെയാണല്ലോ കണ്ടെത്തേണ്ടത്. അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ ഈ വട്ടം കിട്ടിയിരുന്നു. അതിൻ്റെ സന്തോഷമാണ് കേട്ടോ എൻ്റെ മുഖത്ത് കാണുന്നത്. എപ്പോഴൊക്കെയുള്ള ഞങ്ങളുടെ സംസാരങ്ങളുടെ ഇടയിൽ ഷെയർ ചെയ്ത എൻ്റെ കുറേ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഗിഫ്റ്റ് രൂപത്തിൽ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ തന്നെ എനിക്കിഷ്ടമുള്ള ഗിഫ്റ്റൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴുള്ള സന്തോഷമാണ് എനിക്ക്. ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിലെ ഡോക്ടർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അടുത്ത ഞങ്ങളുടെ പ്ലാൻ പുറത്തുനിന്ന് ലഞ്ച് കഴിക്കുക എന്നുള്ളതായിരുന്നു. നേരെ മനാമയിലുള്ള എക്സ്പ്രസ് സ്റ്റേഷൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ വാഴയിലയിൽ നല്ല സദ്യയൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് പോയതാണ്. അവരുടെ സദ്യയ്ക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതിന് പുറമെ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് സ്ക്വിഡ് റോസ്റ്റും ബീഫ് പെപ്പർ ഫ്രൈയും. ഒരു ഏവറേജ് ഫുഡായിരുന്നു, അത്രയേ ഉള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ധനാമാളിലേക്കാണ്. ബാലൻ മൂവി കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞങ്ങൾ കുറച്ച് നേരത്തെ അവിടെ എത്തിയിരുന്നു, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറാൻ പറ്റിയത്. നല്ലൊരു വെറൈറ്റി മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല പടമായിരുന്നു. ഇന്നത്തെ ഈ ദിവസം എന്നെ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ലോഗ്. ബൈ ബൈ.